നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോക്കൺ ബ്രിഡ്ജ്. അതിനല്ല ഞാൻ റീസോഴ്സൊക്കെ എല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ട് ലാഗ് ഇത്രയും മതി എന്നാണ് എൻ്റെ തോന്നൽ. ഒരു TNT വേണം. അത് നല്ല ലാസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഒരു ഓക്ക് വുഡ്, പിന്നെ സ്പ്രൂസ് പ്ലാന്റ്സ് വുഡല്ലേ, പിന്നെ വേണ്ടത് സ്ലാബ്, പിന്നെ സ്പ്രൂസ് സ്ലാബും ഡയറക്റ്റൊക്കെ പോകും. തൽക്കാലത്തേക്ക് ഇവിടെ ഇത്രയും മതി. അത് നമുക്ക് ബ്രിഡ്ജ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഇടാം. എൻ്റെ വിചാരിച്ച് ഇവിടെ നിന്ന് നമുക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. ഇവിടെ നിന്ന് 1 2 3 4 ഇതിന് സെൻറ്റർ ഉണ്ടോ? ഇല്ലല്ലോ. മൊത്തം പണിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഡയറക്റ്റ് അങ്ങോട്ട് വെച്ചിട്ട് ഇത് ചെയ്യാം. പിന്നെ അപ്പുറത്തോട്ട് നമുക്ക് പണിഞ്ഞിട്ട് കേട്ടാം. ഇനി നമുക്ക് ഈ സൈഡ് മൊത്തം സ്ലാബ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിവിടെ മൊത്തം ഈ 2 സൈഡ് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് മൊത്തം ഫില്ലാക്കി കൊടുക്കാം. അയ്യോ നൈറ്റും ആയല്ലോ. ചെന്ന് ഉറങ്ങട്ടെ, അല്ലെ സോംബീസ് തന്നെ തല്ലിക്കൊല്ലും. ഇവിടുത്തെ ബെഡൊക്കെ അവിടെ പോയി. ബെഡില്ലയോ? അതുകൊണ്ടില്ല, അവിടെ അതെൻ്റെ വീടാണ്. ആരുടെ ലിങ്ക് അതിനകത്ത് കാരണം എത്ര ദിവസമായി സർവേ പേരിട്ട് ഞാനിവിടെ നോക്കട്ടെ. 92 ദിവസം. 100 ദിവസം അല്ല 100 ഡേ അടിക്കാൻ പോവാണ്. ഞാൻ മൊത്തം തന്നെ ഫില്ലാക്കട്ടെ. അങ്ങനെ ഞാൻ ഇവിടെ മൊത്തം ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഫെൻസ് വെച്ച് കൊടുക്കാം. ജസ്റ്റിനകത്ത് എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ ബാനർ ഉണ്ടാക്കിയത് അത് ഒന്നും എൻ്റെ ഒരു സംശയം. ചെയിനൊക്കെ ഒരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് കണ്ടോണം. അപ്പോഴായിരിക്കും പോളി. മൊത്തം നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഈ ടോർച്ചൊക്കെ മാറ്. ഇവിടുന്ന് തികയാൻ എനിക്കറിയത്തില്ല. 24 പെൻസേ ഉള്ളൂ. ഇനി നമ്മൾ എൻഡർ ചെസ്റ്റും കൂടെ ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ആ കഴിഞ്ഞ എപ്പിസോഡിലായിരുന്നു നമ്മൾ ഒരു പെറ്റിനെ കണ്ടിട്ട്. എന്തെങ്കിലും ഒരു പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താക്കണേ. മൊത്തം ഒരു സമയം എടുക്കും. മൊത്തം ആവട്ടെ. ഫെൻസ് തികഞ്ഞില്ല. ഞാൻ ഇനിയും പോയി ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. 9 സ്പ്രൂസ് ഫെൻസേ ഉള്ളൂ. ഉണ്ടാക്കിയൊക്കെ ഐഡിയ. ഇപ്പുറത്തെ സൈഡിൽ ചേരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അത് തന്നെ ഞാൻ അത് തന്നെ ഉണ്ടാക്കിയിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ 50 ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മതിയെന്ന് തോന്നുന്നു. പിന്നെ ഇത് തന്നെ ധാരാളമായിരിക്കും. പിന്നെ എൻ്റെ ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ഞാൻ ഇച്ചിരി കുറച്ചിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ മറ്റേ ഗ്രാഫിക്സ് ഈ ഫോണിൽ ലാഗ് അടിക്കുന്ന കേട്ടോ റെക്കോർഡ് ചെയ്യുമ്പോൾ. നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഞാൻ ഫാൻസി ആണ് ഇട്ടങ്ങനെ. അല്ലേ ഇത് അതിൻ്റെ ഷേഡർ അല്ലല്ലോ, അതിൻ്റെ ഇതില്ലേ ഷാഡോ, അത് ഞാൻ ഓഫാക്കി ഇട്ടേക്കും. 2 ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മറന്നു പോയി കേട്ടോ. ഇവിടെ പിന്നെ ഇനി ഇവിടെ ഇത്രേ ഉള്ളൂ. അപ്പം പിന്നെ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഒരു മിനിറ്റ്. ഇവിടെ മൊത്തം ലാൻഡേൺ വെച്ചിട്ട് നമുക്ക് മൊത്തം ചെയ്യാം. ഞാൻ 4 ലാൻഡേൺ ഉണ്ടാക്കിയിട്ടുണ്ട്. 4 മതി. ഞാൻ എന്തായാലും 4 വേണ്ടായിരുന്നു. എന്തായാലും വെച്ചേക്കാം സാധാരണ രീതി നമ്മൾ. പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങനെ ചുമ്മാ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അവിടെ അങ്ങ് കേട്ടോ ഒരു ക്രീപ്പർ പൊട്ടി കേട്ടോ. എന്തിനാണ് ഞാൻ ഒന്നും ചെയ്തില്ലേ. ഞാൻ നടക്കും. ഈ സ്കെൽട്ടനാണെങ്കിൽ ഈ ബോ ഇട്ട് ഈ ക്രീപ്പറിൻ്റെ ദേഹത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ഡിസ്ക്കാണ് ഡ്രോപ്പ് ആവേണ്ടത്. പകരം ക്രീപ്പറിൻ്റെ ഹെഡ് ഡ്രോപ്പായി. എന്താണോ പോക്കറ്റ് എഡിഷൻ ചെയ്താണോ അല്ലാതെ അങ്ങനെയാണോ കിട്ടുന്നത്? അതെനിക്ക് അറിഞ്ഞൂടാ. അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അവിടൊക്കെ കൊണ്ട് വെക്കുന്നേ. കൈ വെച്ചങ്ങ് പൊട്ടിക്കാം. പൊട്ടി വരുമോ? ഇല്ല. വരുന്നു. ഞാൻ അടിച്ച് പൊട്ടി വരത്തില്ല. ഇനി ഇവിടെ മൊത്തം ഇങ്ങനെ ചെയ്യണമല്ലോ. ഇവിടെ ഇടണം. വീണ്ടും പൊട്ടിക്കണം.
ഈ പിക്കാക്സിൻ്റെ സിൽട്ടച്ച് ഇത് വെച്ച് പൊട്ടിക്കാം. ഇത്ര പെട്ടെന്ന് പൊട്ടി വീണത്. ഇവിടെ ഒരെണ്ണം, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം. എന്തോടെ ഇത്ര ലേഗ് ഫോണിന്? ഈ ലാൻഡ് വെച്ചോണ്ടാണ് ഇത്ര. ഇവിടെ ഒരെണ്ണം. ഓക്കെ, ഇത് മതി തൽക്കാലത്തേക്ക്. ഇതൊരു ബ്രോക്കൺ ബ്രിഡ്ജ്. ഞാൻ നമുക്ക് ഈ ടീൻ്റെ വെച്ച് നമുക്ക് ഇത് പൊട്ടിക്കാം. ഇനി നമുക്ക് പണിയുണ്ട് ടീൻ്റെ വെച്ച് പൊട്ടിച്ചിട്ട്. അയൺ ഫാം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ചെയിനൊക്കെ വെറുതെ ഓരോ ഒരു ടീൻ്റെ സ്റ്റെപ്പ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ സ്ലാബ് വെച്ചാൽ മതിയല്ലോ. ഇവിടെ ഇങ്ങനെ സ്ലാബ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. ഇവിടെ ഒരു സ്ലാബ്, ഇവിടെ ഒരു സ്ലാബ്. എങ്ങോട്ടേക്കടെ ലേഖടിച്ച് പോനെ. ഇവിടെ ഒരു സ്ലാബ്. എന്നിട്ട് ക്രൗച്ച് ചെയ്തിട്ട് ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണം. ഇത് കറക്റ്റായിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. എന്നിട്ട് ഇവിടെ, ഇവിടെ, ഇവിടെ. ഓക്കെ, ഇനി നൈസായിട്ട് കയറിപ്പോ. ഞാൻ അതുപോലെ അപ്പുറത്തെ സൈഡും ചെയ്യട്ടെ. ഇനി നമുക്ക് ടീൻ്റെ വെച്ച് ഇനി പൊട്ടിക്കാം. ഇതിനുള്ള ബ്രിഡ്ജ്, ബ്രോക്കൺ ബ്രിഡ്ജിന് അവിടെ എന്തോ പടക്കം പൊട്ടി. എല്ലാം തകർന്നു കാണും. ഇവിടെ ടീൻ്റെ പൊട്ടിക്കൊണ്ടാണ് ഇത്ര ലാഗ്. ഇത് തന്നെ ഞാൻ പ്രതീക്ഷിച്ചത്. ഇനി താഴെ മൊത്തം നെതറാക്കും ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നീണ്ട നേരത്തെ നമ്മൾ പണിഞ്ഞിരിക്കുന്നത് കാണിക്കട്ടെ. ഒരു കഷ്ടപ്പെട്ട് ഞാൻ ഇത്ര ഉണ്ടാക്കിയതാ, കണ്ടോ? അവിടെ നിന്ന് തീ കത്തിച്ചില്ല എനിക്ക്. ഇവിടുന്ന് മാറ്റിട്ട്, അല്ലെങ്കിൽ ഇതും കത്തും കത്തി. നെതറാക്ക് വെക്കാൻ എന്തിനെന്ന് പറഞ്ഞ് ഒരു തീ എത്തുന്നില്ല. നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഇപ്പോൾ വീണ് തീ എത്തുന്ന പോലെ അതിനൊരു ഫീൽ കിട്ടാനാണ് ഞാൻ ഈ നെതറാക്ക് വെക്കുന്നത്. ഇവന്മാരെന്നോട് പണ്ടുള്ളപ്പോൾ ഇവന്മാർ വന്നൊരു ശല്യം ഉണ്ടാക്കുമായിരുന്നു. പറയേണ്ട എന്താ കാര്യം. പൊന്നോ, ആരെ ഹാർട്ടില്ല നിന്നെ. ഹാർഡ് കോർ ആവാനാ ഭാഗ്യം. അതുകൊണ്ടാ ഞാൻ ഹാർഡ് കോറൊന്നും കളിക്കാത്ത. ഞാൻ പറഞ്ഞ ഹാർഡ് കോർ ഒരിക്കലും കളിക്കത്തില്ല, കളിക്കും ഒരു ദിവസം. ഓക്കെ, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവിടെ ടണലുണ്ട്. പിന്നെ ഞാൻ ഗ്രാഫിക്സ് കാരണം അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കൊള്ളാമല്ലേ. നമുക്ക് ഇന്ന് അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ബിൽഡ് കൊണ്ടുവരണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്ര ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ ഞാൻ എൻഡർ ചെസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. പിന്നെ എൻ്റെ വീടിൻ്റെ ബെഡ്റൂം കാണിക്കട്ടെ. കണ്ടോ? പിന്നെ ഞാനെല്ലാം മലയിലാണ്ട് ഈ ഒരു സാധനം കണ്ടുകയറി. പിന്നെ ഞാൻ എന്തോത്തിന് കൊന്നപ്പോൾ വരുന്നു, എന്തോത്തിൻ്റെ ഹെഡായിരുന്നു എനിക്ക് ഓർമ്മ വരുന്നില്ല. ഈ പെട്ടെന്ന് ചാർജ് ചെയ്യാറായിക്കൊണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ അത് ക്രാഫ്റ്റ് ചെയ്തിട്ടാ. സ്കെൽട്ടിൻ്റെ ആണോ അല്ല വിതർ സ്കെൽട്ടിൻ്റെ ആണോ? ഓക്കെ, അപ്പം ഇനി ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ് ചെയ്യുക. നമുക്കിപ്പോൾ 36 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സബ് ചെയ്യുക. അപ്പോൾ